بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. إنما كان قول المؤمنين إذا دعوا إلى الله ورسوله ليحكم بينهم أن يقولوا سمعنا وأطعنا وأولئك هم المفلحون. പ്രേം പറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണേ, അവന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണേ എന്ന് ആമുഖമായി സ്വയം ബോധ്യത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഹിജ്റ 3-ാം വർഷം നടന്ന പ്രധാനപ്പെട്ട ഒരു യുദ്ധമാണ് ഉഹുദ്. ഉഹുദ് യുദ്ധത്തിനു വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യത്തെ വിന്യസിക്കുമ്പോൾ ഇന്ന് ജബൽ റൂമാത്ത് എന്നറിയപ്പെടുന്ന ആ മലക്ക് മുകളിൽ അമ്പെയ്ത്തിൽ പ്രാഗൽഭ്യമുള്ള 50 ആളുകളെ അവിടെ നിർത്തി. ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോടൊരു നിയമം പറഞ്ഞു. നാം ജയിച്ചാലും തോറ്റാലും ശരി, ഞാൻ പറയാതെ നിങ്ങൾ ഈ മലക്ക് മുകളിൽ നിന്നും താഴോട്ട് ഇറങ്ങാൻ പാടില്ല. യുദ്ധം ആരംഭിക്കുന്നു, വിശ്വാസികൾ വിജയിക്കുന്ന ഒരു സാഹചര്യം എത്തുന്നു. താഴെയുള്ള ആളുകൾ മുഴുവനും ഗനീമത്ത് സ്വത്തുകൾ വാരിക്കൂട്ടുന്നതിലേക്ക് മാറുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജബൽ റൂമാത്തിൽ നിർത്തിയിരുന്ന കുറച്ചാളുകൾ അവിടെ നിന്നും പ്രവാചകന്റെ നിർദ്ദേശം ലഭിക്കുന്നതിന് മുമ്പേ ഇറങ്ങി വരികയാണ്. പിന്നീട് സംഭവിക്കുന്നത്, ആ വഴിയിലൂടെ ശത്രുക്കൾ കയറുകയും മുസ്ലിങ്ങളെ ആക്രമിക്കുകയും മുസ്ലിങ്ങള് പ്രയാസം അനുഭവപ്പെടുന്ന, പരാജയത്തിലേക്ക് എത്തപ്പെടുന്ന രൂപത്തിലേക്ക് വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പിതൃവൻ ഹംസ റളിയല്ലാഹു തആല അൻഹു അടക്കം 70ഓളം ആളുകൾ ഉഹുദിന്റെ രണഭൂമിയിൽ ഇസ്ലാമിന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അള്ളാഹു അവരെയും അവരുടെ കൂടെ നമ്മളെല്ലാം അള്ളാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നോക്കൂ, നിങ്ങൾ ഒരു ചെറിയ ഒരു ആ നിയമത്തിൽ നിന്നും വ്യതിചലനം ഉണ്ടായപ്പോൾ വലിയ ഒരു ദുരന്തമാണ് അവിടെ സംഭവിക്കുന്നത്, വലിയൊരു അപകടമാണ് അവിടെ സംഭവിക്കുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ചില നിയമങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം നമ്മുടെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട്. ആ നിയമങ്ങളെയും നിർദ്ദേശങ്ങളെയും അനുസരിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പല ആളുകൾക്കും നിയമങ്ങളും നിർദ്ദേശങ്ങളും വരുമ്പോൾ അതിനോടുള്ള ഒരു വിമുഖത നമുക്ക് കാണുവാൻ സാധ്യമാകും. എന്നാൽ
നമ്മുടെ സമാധാനത്തോടും സന്തോഷത്തോടും കൂടിയുള്ള ഒരു ജീവിത ക്രമത്തിന് വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നിയമങ്ങൾ വെച്ചിട്ടുള്ളത്. നോക്കൂ, നിങ്ങൾ ലോകം ഒരുപാട് വളർന്നിട്ടുണ്ടല്ലോ. ശാസ്ത്രവും സാങ്കേതിക വിദ്യകളും എല്ലാം വളർന്നിട്ടുണ്ട്. പഴയ ഓലമേഞ്ഞ വീടുകളിൽ കിടന്നുറങ്ങിയ പല ആളുകളും ഇന്നുള്ളത് AC അടക്കമുള്ള ശീതീകരണ വസ്തുക്കൾ അടക്കമുള്ള വലിയ മണിമാളികളിലാണ് നമ്മൾ കിടന്നുറങ്ങുന്നത്. മുമ്പൊക്കെ നമ്മുടെ പഴയ കാലത്ത് അങ്ങാടികളിലേക്ക് ഇറങ്ങിയാൽ ചെറിയ ചെറിയ ഓലമേഞ്ഞ കടകളായിട്ട് നമ്മൾ കണ്ടതെങ്കിൽ ഇന്ന് ഒരു 10 ആള് കൂടുന്ന അങ്ങാടിയാണെങ്കിൽ അവിടെ വലിയ വലിയ വ്യാപാര സമുച്ചയങ്ങളുണ്ട്. എല്ലാ നിലക്കും ഉയർച്ചയാണ് മനുഷ്യന് നമ്മൾ കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഇവിടെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നിയമബോധമാണ്. നിയമങ്ങളെയും അംഗീകരിക്കുന്ന വിഷയത്തിൽ വലിയ വിമുഖതയുണ്ടാകുന്നു. നമ്മൾ നോക്കൂ, മാതാപിതാക്കൾ പറയുന്നത് കേൾക്കുവാൻ താല്പര്യമില്ലാത്ത കുട്ടികളാണ് ഉള്ളത്. അധ്യാപകരെ ബഹുമാനിക്കുന്നിടത്തു നിന്നും നമ്മുടെ വിദ്യാർത്ഥികൾ വളരെ പിന്നോട്ട് പോയിട്ടുണ്ട്. താൻ ജോലിയെടുക്കുന്ന ജോലി സ്ഥാപനത്തിലെ നിയമങ്ങൾ അംഗീകരിക്കുവാനും അനുസരിക്കുവാനും വലിയ വൈമനസ്യമാണ്. അവിടെ എവിടെ നോക്കിയാലും ഡ്രൈവർമാരാണെങ്കിലും വ്യാപാരികളാണെങ്കിലും അതേപോലെ നമ്മുടെ കുടുംബ ജീവിതത്തിലേക്ക് വരുമ്പോ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലാണെങ്കിലും അവിടെയെല്ലാം ചില നിയമങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ട്. ഭരണാധികാരികൾക്ക് പ്രജകളോട് നിർവഹിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. ആ വിഷയത്തിലെല്ലാം തന്നെ കൃത്യതയില്ലാതെ വരുമ്പോ, അവിടെ നിയമങ്ങൾ പാലിക്കപ്പെടാത്ത സാഹചര്യം വരുമ്പോ അത് ആ സമൂഹത്തിനെ അരാജകത്വത്തിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, നമ്മുടെ ജയിലുകളെല്ലാം നിറഞ്ഞു കവിഞ്ഞിരുന്ന സാഹചര്യമാണ്. കുടുംബ കോടതികളും അതേപോലെ കോടതികളിലും എല്ലാം വലിയ തിരക്കനുഭവപ്പെടുന്നുണ്ട്. എന്തേ ഇതിന് കാരണം? നിയമവ്യവസ്ഥകളെ അംഗീകരിക്കുന്ന വിഷയത്തിൽ നമ്മൾ പിന്നോട്ട് പോയി എന്നുള്ളത് തന്നെയാണ്. നിയമങ്ങളെ നിർദ്ദേശങ്ങളിൽ നമ്മൾ പരിഗണിക്കാതിരിക്കുമ്പോൾ അപകടങ്ങൾ ഉണ്ടാകും. ആകാശത്തിലൂടെ വിമാനങ്ങൾ പറന്നു പോകുന്നുണ്ട്, റെയിൽപാളങ്ങളിലൂടെ ട്രെയിൻ കൃത്യമായി സഞ്ചരിക്കുന്നുണ്ട്. അതെല്ലാം ആ രൂപത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് കൃത്യമായ നിയമങ്ങളുണ്ട് എന്നത് കൊണ്ടാണ്. നമ്മുടെ ഹൃദയം അതിങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കുന്നതും അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും അതേപോലെ സൂര്യന്റെ ഉദയവും അസ്തമയവും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചിരിക്കുന്ന ചില നിയമങ്ങൾ അത് കൃത്യമായി പാലിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് സുഖകരമായിട്ട് ഇങ്ങനെ പോകുന്നത്. അവിടെ എവിടെയെങ്കിലും ഒരു നിയമം ലംഘിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അത് നമുക്ക് താങ്ങാൻ പോലും സാധ്യമല്ല എന്ന് ചില സന്ദർഭങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്താറുണ്ട്. പ്രകൃതി ദുരന്തങ്ങളിലൂടെ കടൽ അത് അല്ലാഹു നിശ്ചയിച്ചൊരു പരിധിയുണ്ട്. ആ പരിധിക്കപ്പുറത്തേക്ക് കടൽ കടന്നു പോകാറില്ല. എപ്പോഴെങ്കിലും അത് കടന്നു പോയാൽ അത് ലംഘിക്കപ്പെടുന്നുണ്ട് എങ്കിൽ അത് വലിയ ദുരന്തമായിട്ട് മാറാറുണ്ട് എന്നുള്ളതാണ്. എന്നാൽ അധികവും അത് സംഭവിക്കാറില്ല. മനുഷ്യരങ്ങനെയല്ല. മനുഷ്യരെന്ന് പറയുന്നത് ആ നിയമങ്ങളെ, സൃഷ്ടാവിന്റെ നിയമങ്ങളെ ലംഘിച്ചു കൊണ്ടിരിക്കുന്ന, ഭൗതികമായ മറ്റു പല നിയമങ്ങളെയും ലംഘിച്ചു കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് സമൂഹത്തിൽ കാണാൻ സാധ്യമാകുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിനോടെന്തോ ഒരു വിരോധമുള്ള ഒരു അവസ്ഥയിലാണ് നമ്മൾ ഉള്ളത്. എന്നാൽ നിയമം എന്ന് പറയുന്നത് നമ്മളെ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കുന്ന അതിരാണ് നിയമം എന്ന് പറയുന്നത്. അനീതിയെ തടയുന്ന മതിലാണ് നിയമം എന്ന് പറയുന്നത്. മനുഷ്യനെ മനുഷ്യനാക്കി നിലനിർത്തുന്ന അച്ചടക്കമാണ് നിയമം എന്ന് പറയുന്നത്. ഒരു പരീക്ഷ ഹാളിൽ ഒരു കുട്ടി സംസാരിക്കുമ്പോ അധ്യാപകൻ ആ കുട്ടിയോട് മിണ്ടാതിരിക്കണമെന്ന് പറയുന്നത് ആ കുട്ടിയോടുള്ള വിരോധമല്ല. നേരെ മറിച്ച് ആ പരീക്ഷാ ഹാളിൽ ഇരിക്കുന്ന മുഴുവൻ ആളുകളും അവർക്ക് നല്ല രീതിയിൽ എക്സാം എഴുതി കൊണ്ട് പോകണം. ഒരു ഡോക്ടർ, നിങ്ങൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് 2 പോലീസുകാർക്കിടയിലേക്ക് ഒരു വാഹനം ഇടിച്ചു കയറി. അതിലൊരു പോലീസുകാരന്റെ കാല് മുറിച്ചു മാറ്റിയിട്ടുണ്ട്. ഡോക്ടർ പറഞ്ഞതാ മുറിച്ചു മാറ്റണമെന്ന്. അത് സമ്മതിച്ചു, മുറിച്ചു മാറ്റി. എന്താ കാരണം? അത് മുറിച്ചു മാറ്റിയിട്ടില്ല എങ്കിൽ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഇൻഫെക്ഷൻ വന്ന് ബാക്കിയുള്ള ശരീരഭാഗങ്ങളിലേക്ക് ബാധിച്ച് മരണം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ അത് മാറ്റി. അത് അദ്ദേഹത്തിനുള്ള വിരോധം കൊണ്ടല്ല ഡോക്ടർ പറഞ്ഞത്. നേരെ മറിച്ച് അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്തുവാൻ അത് ആവശ്യമാണ്. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിൽ പല കാര്യങ്ങളും ഹറാമാക്കിയിട്ടുണ്ട്.
പല കാര്യങ്ങളും നമ്മോട് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പല കാര്യങ്ങളിലേക്ക് നമ്മൾ അടുക്കുവാൻ പാടില്ല എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതിനോടൊക്കെ പലപ്പോഴും മുസ്ലിങ്ങളായി നമുക്ക് തന്നെ വലിയ വിരോധമാണ്, വലിയ അനിഷ്ടമാണ്. നമ്മൾ മനസ്സിലാക്കി വെക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല വച്ചിരിക്കുന്ന നിയമങ്ങൾ മുഴുവനും നമ്മുടെ നന്മക്ക് വേണ്ടി മാത്രമുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്, ഇന്ന ദീന യുസ്റുൻ. ദീൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെ പ്രയാസപ്പെടുത്താനുള്ളതല്ല, നമ്മളെ ബുദ്ധിമുട്ടിക്കുവാനോ നമ്മൾ ഇങ്ങനെ ഒരു മുരടിച്ച രൂപത്തിൽ ഒരു ബന്ധവുമില്ലാതെ ഒരു സന്തോഷവുമില്ലാതെ ജീവിക്കുവാനോ ഉള്ളതൊന്നുമല്ല. അള്ളാഹു ദീനിൽ വെച്ച ഓരോ നിയമവും ഓരോ നിയമങ്ങളിലും നന്മയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ആ നിയമങ്ങൾ ഇല്ലാതെ പോകുന്നുവെങ്കിൽ തീർച്ചയായും ശക്തിയുള്ളവൻ ബലഹീനനെ അടിച്ചമർത്തുമായിരുന്നു. കാറ്റിലുള്ള നിയമം പോലെ ആരോഗ്യമുള്ളവൻ അതിജയിക്കുവാൻ കഴിയുന്നവൻ അവൻ മാത്രം വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. നിയമങ്ങളാണ്, ആ നിയമങ്ങളുടെ അനുസരണം ഉണ്ടെങ്കിൽ മാത്രമേ സന്തോഷത്തോടു കൂടി മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. നിങ്ങൾ ആലോചിച്ചപ്പോ ഒരു സുപ്രഭാതത്തിൽ ഗവൺമെന്റ് ഒരു ഓർഡർ ഇറക്കുകയാണ്. എന്താണ് ഓർഡർ കാര്യങ്ങള്? ഇന്ന് ആരും നിയമം പാലിക്കേണ്ടതില്ല, ആരും ഹെൽമറ്റ് ധരിക്കേണ്ടതില്ല, ആരും സീറ്റ് ബെൽറ്റ് ഇടേണ്ടതില്ല, ആരും പ്രത്യേകിച്ച് വൺ വേ ആണോ ടൂ വേ ആണോ എന്ന് പരിഗണിക്കേണ്ടതില്ല, എവിടേക്കും എങ്ങനെയും ഏത് സ്പീഡിലും പോകാം എന്നുള്ള ഒരു ഓർഡർ കൊടുത്താൽ എന്താണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുക? എന്തായിരിക്കും അതിന്റെ പര്യവസാനം എന്ന് ആലോചിച്ചു നോക്കൂ. എത്ര പേര് അപകടകരമായിരിക്കും അത്. അതേപോലെ നമ്മുടെ വീട്ടിൽ നമ്മൾ ഒരു ഓർഡർ ഒക്കെയാണ്, ഇന്ന് മുതൽ നമ്മുടെ മക്കള് ഏത് സമയവും നിങ്ങൾക്ക് പോകാം, ഏത് സമയവും തിരിച്ചു വരാം, നിസ്കരിക്കണമെന്നില്ല, അതേപോലെ നിങ്ങൾ ഇവിടെ പഠിക്കണമെന്നില്ല, ഒരു കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതില്ല എന്നൊരു ഓർഡർ ഇറക്കിയാൽ എന്ന ഒരു സാഹചര്യമാണ് എങ്കിൽ എന്തായിരിക്കും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുക? അപ്പൊ നിയമങ്ങൾ എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും ദീനിൽ അല്ലാഹു സുബ്ഹാനഹു വെക്കുന്ന നിയമങ്ങൾ എന്ന് പറയുന്നത്, മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്ന നാഥനാണവൻ, നമ്മുടെ സൃഷ്ടാവാണ് അല്ലാഹു. അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെയാണ് എന്നും നമ്മുടെ അവസ്ഥ എന്താണെന്നും കൃത്യമായി അറിയുന്ന നാഥൻ നമുക്ക് വേണ്ടിയിട്ട്, നമ്മുടെ നന്മക്ക് വേണ്ടിയിട്ടാണ് ഓരോ നിയമങ്ങളും അള്ളാഹു വെച്ചിട്ടുള്ളത്. ഖുർആൻ പറയുന്നുണ്ട്, വലക്കും ഫിൽ ഖിസാസ് ഹയാത്തുൻ യാ ഉലിൽ അൽബാബ് ലഅല്ലക്കും തത്തഖൂൻ. ബുദ്ധിയുള്ളവരെ, പ്രതികാര ശിക്ഷയിൽ നിങ്ങൾക്ക് ജീവിതമുണ്ടോ? നിങ്ങൾ സൂക്ഷ്മത പാലിക്കേണ്ടതിനാണത്. സൂറത്തുൽ ബഖറയിൽ 179-ാമത്തെ വാചകമാണ്. അള്ളാഹു അവിടെയും പറയുന്നത് ജീവിതമുണ്ട് എന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? കൊലപാതകത്തിന് ശിക്ഷയുണ്ട് എന്ന് പറയുമ്പോ, ഒരു കൊലപാതകം ഒരാൾ ചെയ്യുമ്പോൾ അതിന് പ്രതികാരമായി നിന്നെ കൊന്നുകളയുമെന്ന് പറയുമ്പോൾ അവനൊരു ഭയം ഉണ്ടാകും, ആ തിന്മയിൽ നിന്നും അവൻ മാറി നിൽക്കും, ഒരു നിരപരാധി ജീവിക്കും. നോക്കൂ നിങ്ങൾ, ഇസ്ലാമിന്റെ നിയമം പോലും എന്താണ്? കരുണയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ അറിയുക, നിയമങ്ങൾ വെക്കുന്നത് അത് ഭൗതികമായ നിയമങ്ങളാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിരിക്കുന്ന നിയമങ്ങളാണെങ്കിലും അതെല്ലാം നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. ഹെൽമറ്റ് ധരിക്കണമെന്ന് പറയുന്നത്, സീറ്റ് ബെൽറ്റ് ഇടണമെന്ന് പറയുന്നത്, അതേപോലെ മറ്റു വിഷയങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് അത് നമ്മുടെ നന്മക്ക് വേണ്ടിയാണ്. ലഹരിയുടെ ഉപയോഗം ഉണ്ടാവരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നത് ആരുടെയെങ്കിലും ഇഷ്ടങ്ങളെ ഇല്ലാതാക്കാനല്ലോ. ലഹരിയെ ഉപയോഗിക്കുന്നതും അത് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിൽ നിന്നും വിട്ടുനിൽക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നതും അതിലേർപ്പെടുന്നവർക്ക് വലിയ ശിക്ഷയുമുണ്ട്. ആ രൂപത്തിലേക്ക് പോകുന്നത് ആരുടെയും ഇഷ്ടങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടല്ല. നേരെ മറിച്ച് നമ്മുടെ കുട്ടികൾ അപകടത്തിൽ പെടാൻ പാടില്ല, നമ്മുടെ യുവാക്കൾ അവർ അപകടത്തിൽപ്പെടാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ആ രൂപത്തിലുള്ള നിയമങ്ങൾ വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ച നിയമങ്ങളും. ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു വെച്ചിരിക്കുന്ന പല നിയമങ്ങളെ നമ്മൾ പരിഗണിക്കുന്നില്ല. എന്തിനേറെ 5 നേരത്തെ നിസ്കാരം ഒരാൾ മുസ്ലിം ആകാൻ നിർബന്ധമുള്ള കാര്യമാണ്. മുഹമ്മദ് എന്നോ അബ്ദുള്ള എന്നോ പേരിട്ട് എന്നുള്ളത് കൊണ്ട് മുസ്ലിം നാമധാരിയായി മാറുമെന്നല്ലാതെ മുസ്ലിം ആവൂല. മുസ്ലിം ആകണമെങ്കിൽ എന്ത് വേണമെന്നറിയാം നിങ്ങൾ? 5 നേരം കൃത്യമായി ഇബാദത്തുകൾ എടുക്കുന്നവൻ, തോന്നും പോലെ ഇബാദത്ത് എടുക്കുന്നവനല്ല. കൃത്യമായി 5 നേരം അള്ളാഹുവിന്റെ മുമ്പിൽ കൃത്യസമയത്ത് സുജൂദ് ചെയ്യുമ്പോഴാണ് അവൻ മുസ്ലിമായിട്ട് മാറുന്നത്. നമ്മളോടുള്ള വിരോധം കൊണ്ട് വെച്ചതല്ല, നമ്മളെ പ്രയാസപ്പെടുത്താൻ വേണ്ടി വെച്ചതല്ല. ആ ഇബാദത്തുകൾ നിർവഹിക്കുന്നതിലൂടെ നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടും. ആ ഹൃദയത്തിന്റെ ശുദ്ധീകരണത്തിലൂടെ മാത്രമാണ്
നമ്മുടെ കുടുംബവും നമ്മുടെ മക്കളും നമ്മുടെ ചുറ്റുപാടുകളിലുമെല്ലാം സന്തോഷത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാം. നമ്മുടെ ഹൃദയത്തിന് ശുദ്ധിയില്ല എങ്കിൽ ഹൃദയത്തിൽ കാപട്യമുണ്ട് എങ്കിൽ അസമാധാനത്തോടും അസ്വസ്ഥതയോടും കൂടി മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റൂ. ഇസ്ലാം മദ്യം വിരോധിച്ചിട്ടുണ്ട്, മദ്യം ഹറാമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതേപോലെയുള്ള എല്ലാ കാര്യങ്ങളും ഹറാമാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ്? നമ്മൾ സന്തോഷിക്കുന്നത് ഇല്ലാതാക്കാനല്ലല്ലോ, നേരെ മറിച്ച് നമ്മുടെ ജീവിതത്തിൽ അപകടങ്ങൾ ഇല്ലാതിരിക്കുന്നതിനു വേണ്ടിയാണ്. നമ്മൾ വായിക്കുന്ന വാർത്തകളുണ്ട്, മദ്യലഹരിയിൽ അതേപോലെ MDMA പോലെയുള്ള മയക്കുമരുന്നുകളുടെ ഉപയോഗം മാതാപിതാക്കളെ തിരിച്ചറിയാതെ, മക്കളെ തിരിച്ചറിയാതെ, നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ, മദ്യലഹരിയിൽ സ്വന്തം കുഞ്ഞിനെ കാലിൽ പിടിച്ചുയർത്തിയിട്ട് അതിനെ മഴ ഉപയോഗിച്ചതിന് തലക്കടിച്ചു കൊന്ന വാർത്ത നമ്മൾ വായിച്ചതാണ്. മദ്യമാണ് അതിന് കാരണമായിട്ടുള്ളത്, വിശദീകരിക്കേണ്ടതില്ല. അത്രയേറെ വാർത്തകൾ, വായിച്ചാൽ തീരാത്തത്ര വാർത്തകൾ നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് കുടുംബങ്ങളെ കണ്ണീരിലായെത്തിയിട്ടുള്ളതാണ് മദ്യം എന്ന് പറയുന്നത്. അതിനെയാണ് ഇസ്ലാം വിരോധിച്ചിട്ടുള്ളത്. പലിശ അത് ഇസ്ലാം ഹറാമാക്കിയതാണ്. അത് ഹറാമാക്കിയത് എന്തിനു വേണ്ടിയാണ്? ആരുടെയെങ്കിലും സമ്പത്തുകൾ നേടുന്നതിൽ തടയുന്നതിനു വേണ്ടിയല്ല, ആർക്കെങ്കിലും നഷ്ടമുണ്ടാകുന്നതിനു വേണ്ടിയല്ല. നേരെ മറിച്ച് ഇസ്ലാം പലിശ എന്ന് പറയുന്നതിനെ ഹറാമാക്കിയത് വലിയ ദുരന്തങ്ങളിൽ നിന്നും നമ്മുടെ ഉമ്മത്തിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, എത്രയോ വാർത്തകൾ ഇപ്പോൾ ഈ അടുത്തടുത്തായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കുടുംബം ഒന്നടങ്കം, ഭാര്യയും ഭർത്താവും മക്കളും ഒന്നടങ്കം ആത്മഹത്യ ചെയ്തു. എന്തേ കാരണം? അവിടെ പിന്നോട്ട് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, സാമ്പത്തികമായ ഇടപാടുകളാണ് പ്രശ്നമുള്ളത്. പലിശയുമായി ബന്ധപ്പെടുന്നിടത്തേക്ക് നമ്മൾ എത്തുമ്പോഴാണ് ആ അപകടം ഉണ്ടാകുന്നത്. ഒരു ഉസ്താദ് പോലും മരണത്തിലേക്ക്, ആത്മഹത്യ തിരഞ്ഞു നടക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടായി. കടം ബാധിച്ച്, അതേപോലെ പലിശക്കാരിൽ നിന്നും പണം വാങ്ങേണ്ടി വന്ന് അപമാനിക്കപ്പെടുന്ന അവസ്ഥ വന്നപ്പോ ജീവൻ ഒടുക്കുക എന്നുള്ളതിലേക്ക് അദ്ദേഹം തീരുമാനമെടുക്കുന്നു. എത്ര വാർത്തകളുണ്ട്. നമ്മൾ വീടുണ്ടാക്കാൻ വേണ്ടി, വാഹനം വാങ്ങാൻ വേണ്ടി എല്ലാം നമ്മൾ ലോൺ എടുക്കുന്നു, പലിശക്കെടുത്തുകൊണ്ട് വാങ്ങുന്നു, പലിശക്കെടുത്തുകൊണ്ട് വലിയ കൊട്ടാരങ്ങൾ ഉണ്ടാക്കുന്നു. അവസാനം നമുക്കെന്തെങ്കിലും ശാരീരിക പ്രയാസം ഉണ്ടായാൽ, നമ്മുടെ വരുമാന സ്രോതസ് നഷ്ടപ്പെട്ടു പോയാൽ അതിനെ തിരിച്ചടയ്ക്കാൻ കഴിയാതെ പ്രയാസപ്പെടുകയും നമ്മൾ എന്തിനു വേണ്ടിയാണോ പണം വാങ്ങിയത് അത് മുഴുവൻ നമുക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരുന്നു. അതോടൊപ്പം നമ്മുടെ അഭിമാനവും നമുക്ക് നഷ്ടപ്പെടുന്നു. നമ്മുടെ മക്കൾക്ക് മുമ്പില്, നമ്മുടെ ഇണകൾക്ക് മുമ്പില്, നമ്മുടെ നാട്ടുകാർക്കും കൂട്ടുകാർക്കും മുമ്പില് അഭിമാനം നഷ്ടപ്പെടുമ്പോ ജീവൻ നഷ്ടപ്പെടുത്തുന്ന എത്രയോ ആളുകൾ നമ്മൾ കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇതൊക്കെയാണ് സാഹചര്യങ്ങള്. ഇന്ന് ഓൺലൈനുകളിലൂടെയും അതേപോലെ നമ്മുടെയൊക്കെ ഫോണുകളിലൂടെയും ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്. നിങ്ങൾ ഉഷാറാണ് ആള്, അതുകൊണ്ട് നിങ്ങൾക്ക് 10 ലക്ഷം റുപ്യ നിങ്ങൾക്ക് യാതൊരു ആവശ്യമില്ല, ഒരു ഒപ്പിട്ട് കൊടുത്താൽ നമുക്ക് കിട്ടും. അങ്ങനെ വാങ്ങിയ എത്ര കുടുംബിനികളാണെന്ന് അറിയുമോ കണ്ണീര് കുടിക്കുന്നത്? കുടുംബ ബന്ധങ്ങൾ മുറിഞ്ഞു പോയവരുണ്ട്. ആരോടും അറിയാതെ, ഭർത്താവ് അറിയാതെ, മക്കളറിയാതെ ഇത്തരത്തിലുള്ള കെണികളിൽ പോയി പെട്ട് ഫോണിലേക്ക് വന്നൊരു മെസ്സേജ്, ആ മെസ്സേജിന് റിപ്ലൈ കൊടുത്ത് ഇത്തരത്തിലുള്ള സാമ്പത്തികമായ കെണികളിൽ പെട്ടുപോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, വളരെ ഗൗരവത്തോടുകൂടി ഓർമ്മപ്പെടുത്തുന്നു, ഇസ്ലാം വെക്കുന്ന ഓരോ നിയമവും നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. വ്യഭിചാരം എന്ന് പറയുന്നത് ഇസ്ലാം കൃത്യമായി വിലക്കുന്നു, ഏറ്റവും മോശകരമായ കാര്യമാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. എന്തിനു വേണ്ടിയാണത്? ആരുടെയെങ്കിലും സന്തോഷത്തെ ഇല്ലാതാക്കാനോ സ്നേഹത്തെ ഇല്ലാതാക്കാനോ വേണ്ടിയല്ല. നേരെ മറിച്ച് കുടുംബത്തെയും അതേപോലെ വംശപരമ്പരയെയും സമൂഹത്തിന്റെ ധാർമ്മികതയും സംരക്ഷിക്കുവാൻ വേണ്ടിയാണ്. അതിനെ നമ്മൾ മറികടന്നുകൊണ്ട് നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്നത് മാനനഷ്ടമാണ് നമുക്ക് സംഭവിക്കുന്നത്. ജീവിതകാലം മുഴുവനും അതിന്റെ പേരിൽ അപമാനിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അറിയുക, അള്ളാഹു വെക്കുന്ന ഒരു നിയമവും, അള്ളാഹു നമ്മോട് വെച്ചിരിക്കുന്ന ഒരു നിയമവും, അള്ളാഹു നിങ്ങൾക്ക് ഭാരം ലഘൂകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്, പ്രയാസപ്പെടുത്താനല്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ ഓരോ കൽപ്പനകൾക്ക് പിന്നിലും ഓരോ കാരുണ്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓരോ നിരോധനത്തിന്റെ പിന്നിലും ഓരോ സംരക്ഷണമുണ്ട് എന്നും ഓരോ പരിധിക്ക് പിന്നിലും ഒരു സുരക്ഷയുണ്ട് എന്നുള്ളതും നമ്മൾ കൃത്യമായി ബോധമുള്ളവരായിരിക്കണം നമ്മൾ. അതല്ല എങ്കിൽ നിയമങ്ങൾ നമ്മൾ പാലിക്കാത്ത സാഹചര്യത്തിലേക്ക് വരുമ്പോ
അരാജകത്വം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ട്രാഫിക് നിയമം ലംഘിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, പരിഗണിക്കപ്പെടാതിരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അപകടമാണ്. ഒരു ഫുട്ബോൾ നടക്കുന്നു, ആ ഫുട്ബോൾ മത്സരത്തിൽ ഒരു ലഫ്രി ഇല്ല എന്ന് നിങ്ങൾ വിചാരിക്കൂ, ഓഫ് സൈഡ് ഇല്ല എന്ന് നിങ്ങൾ വിചാരിക്കൂ, അതേപോലെ പ്രത്യേകിച്ച് ഒരു നിയമവും ഇല്ല എന്ന് നിങ്ങൾ വിചാരിക്കൂ. അവിടെ കളിയാണോ നടക്കുക, അതല്ലെങ്കിൽ അടിയാണോ അവിടെ നടക്കുക? ലഫ്രി ഉണ്ടായിട്ട് പോലും ചെറിയ അശ്രദ്ധയുടെ പേരിൽ തർക്കിക്കൊച്ചുകൊണ്ടിരിക്കുന്നു നമ്മളിപ്പോഴും. അങ്ങനെയെങ്കിൽ ഒരു നിയമവും ഇല്ലാത്ത സാഹചര്യങ്ങൾ എന്ന് പറയുന്നത്, ഒരു നിയമങ്ങളും നമുക്ക് ചുറ്റുമില്ല എങ്കിൽ അത് അപകടങ്ങൾ ഉണ്ടാക്കുന്നുള്ളതാണ്. അല്ലാഹുവിന്റെ റസൂല് മദീനയിലേക്ക് ചെല്ലുന്നുണ്ട്. മദീനയിലേക്ക് പ്രവാചകൻ ചെന്ന് ആദ്യം ഉണ്ടാക്കുന്നത് വലിയ കൊട്ടാരമൊന്നുമല്ല, നേരെ മറിച്ച് അവിടെ വലിയ സൈന്യവുമല്ല. നേരെ മറിച്ച് പ്രവാചകൻ ചെയ്യുന്നത് അവിടെയുള്ള ആളുകൾക്കിടയിൽ സന്തോഷത്തോടു കൂടി പോകുവാൻ വേണ്ടിയുള്ള ചില നിയമങ്ങളാണ് അവിടെ ഉണ്ടാക്കുന്നത്. മുസ്ലിങ്ങളും ജൂതന്മാരും മറ്റു ഗോത്രങ്ങളും എല്ലാം ഒരുമിച്ച് പോകുവാൻ വേണ്ടുന്ന കാര്യങ്ങളാണ് അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ ഓർമ്മപ്പെടുത്തി കൊടുക്കുന്നത്. എന്നിട്ട് പറയുന്നു അവരോട്, എല്ലാവരും നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ്, ആരും വ്യത്യാസമില്ല, പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ വ്യത്യാസമില്ല. പ്രവാചകന്റെ ജീവിതത്തിൽ നമ്മൾ കാണുമല്ലോ, ഒരു കുടുംബത്തിലെ പെണ്ണ് കട്ടപ്പോൾ പിന്നെ മോഷണം നടത്തിയപ്പോ അവർക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ വേണ്ടി വന്നവരോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അല്ലാഹുവാണ് സത്യം, ലൗ അന്ന ഫാത്തിമത ബിൻത മുഹമ്മദിൻ സറഖത് ലഖതഅത് യദഹാ, മുഹമ്മദിന്റെ മകൾ ഫാത്തിമയാണ് മോഷണം നടത്തുന്നതെങ്കിൽ അവരുടെ കൈ ഞാൻ വെട്ടും എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നോക്കൂ നിങ്ങൾ, അവിടെയും അങ്ങനെ തന്നെ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു തൗറാത്ത് നൽകിയത് ഇസ്രായേലർക്ക് നിയമമില്ലാത്ത ജീവിതം തുടരാനല്ല, നേരെ മറിച്ച് അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ വേണ്ടിയാണ്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈജിപ്തിന്റെ ഭരണം ഏറ്റെടുക്കുന്ന സന്ദർഭമുണ്ട്. അവിടുത്തെ ഭക്ഷ്യ സംഭരണത്തിനും അതിന്റെ വിതരണത്തിന്റെ എല്ലാം വേണ്ടി കൃത്യമായ നിയമങ്ങൾ ഉണ്ടാക്കുന്നു. ആ നിയമങ്ങൾ പാലിക്കപ്പെട്ടത് കൊണ്ടാണ് അവിടെ ക്ഷാമമില്ലാതെ അവരുടെ 14 വർഷങ്ങൾ കടന്നുപോയത്, അവരുടെ വർഷങ്ങൾ കടന്നു പോകുന്നത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം രാത്രിയിൽ ഇറങ്ങി നടക്കുമായിരുന്നു. എന്തിനു വേണ്ടിയെന്നറിയോ? വെച്ചിരിക്കുന്ന നിയമങ്ങളെ, വെച്ചിരിക്കുന്ന നിർദ്ദേശങ്ങളെ, അത് പുസ്തകത്തിലായാൽ മാത്രം പോരാ, അത് പാലിക്കപ്പെടേണ്ടതുണ്ട്. അത് പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം, ഓരോ നിയമങ്ങളും കൃത്യമായി ഗൗരവമായി നമ്മൾ അനുസരിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരുടെ വിശ്വാസികളോട് ഗൗരവത്തോടു കൂടി ഓർമ്മപ്പെടുത്തുന്നു, നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ നിയമങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങൾ, ആ നിയമങ്ങളെ പൂർണ്ണമായും അനുസരിക്കുന്ന വിഷയത്തിൽ ഒരു തരത്തിലുമുള്ള അലംഭാവം ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു പറയുന്നുണ്ടല്ലോ, ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന ഇദാ ദഉ ഇലല്ലാഹി വറസൂലിഹി യഹ്കുമ ബൈനഹും അൻ യഖൂലു സമിഅനാ വഅതഅനാ. ആരെങ്കിലും അള്ളാഹുവിന്റെയും അവന്റെ ദൂതന്റെയും വിധിയിലേക്ക് വിളിക്കപ്പെടുമ്പോ വിശ്വാസികൾ പറയുന്ന വാക്കെന്താണെന്ന് അറിയുമ്പോൾ നിങ്ങൾ സമിഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു. പരിശുദ്ധ ഖുർആന്റെ ഒരു വാചകം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നു, അള്ളാഹുവിന്റെ പ്രവാചകന്റെ നിർദ്ദേശം പ്രിയമുള്ളവരെ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നു. നമ്മുടെ വേഷത്തിന്റെ വിഷയത്തിലാണെങ്കിലും, നമ്മുടെ സ്വഭാവത്തിന്റെ വിഷയത്തിലാണെങ്കിലും, നമ്മുടെ സംസ്കാരത്തിന്റെ വിഷയത്തിലാണെങ്കിലും, ഏതു വിഷയത്തിലാണെങ്കിലും ശരി, അള്ളാഹുവിന്റെ ഒരു നിയമം നമ്മളിലേക്ക് വന്നാൽ, ഒരു നിർദ്ദേശം നമ്മളിലേക്ക് വന്നാൽ അത് കേൾക്കുക, അതനുസരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ബാധ്യത. അവർ തന്നെ വിജയിക്കുകയുള്ളൂ, അവർ തന്നെയാണ് വിജയിക്കുന്നവർ. അല്ലാതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചില ആളുകളുണ്ട്, അള്ളാഹുവിന്റെ വാചകങ്ങൾ അവർ കേൾക്കുന്നു, പക്ഷേ അത് കേൾക്കുന്നുണ്ട്, പക്ഷെ എന്താകുന്നു, എനിക്കൊന്നുകൂടി ചിന്തിക്കണം, അതനുസരിക്കണോ എന്ന്. അള്ളാഹുവിന്റെ വാചകങ്ങളെ, പ്രവാചകന്റെ വാചകങ്ങളെ കേൾക്കുന്നു, പക്ഷെ നമ്മൾ പറയുന്നു, എന്ത്, ഇത് ഈ കാലഘട്ടത്തിൽ ശരിയാവൂലല്ലോ, ഇതിപ്പോ ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ ചെയ്താൽ എന്റെ പണിയും എന്റെ ബിസിനസ്സും ഒക്കെ എന്തായി പോകും? പരാജയപ്പെട്ടു പോകും. എന്ന് പറയുന്നതിന് പകരം എനിക്ക് ചിന്തിക്കണം, എനിക്ക് ഒന്നുകൂടി ചിന്തിക്കണം. എന്ത്? അള്ളാഹുവിന്റെ നിയമത്തെ കുറിച്ചോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോടും നമ്മളോട് കൽപ്പിച്ചിരിക്കുന്ന നിർദ്ദേശങ്ങളെ കുറിച്ചാണ് നമുക്ക് ആലോചിക്കേണ്ടത്. അതാണോ നിങ്ങൾ പറയുന്നത് എന്ത് ഈ കാലത്ത് പറ്റൂലെന്ന്? അതേപോലെ വളരെ ഗൗരവമായി തന്നെ ഈ വാചകത്തോട് ചേർത്ത് പറയാം, അല്ലാഹുവും അവന്റെ ദൂതനും ഒരു കാര്യം വിധിച്ചു കഴിഞ്ഞാൽ ഒരു വിശ്വാസിയായ പുരുഷനോ സ്ത്രീയോ അതിൽ വേറെ തെരഞ്ഞെടുപ്പ് നടത്താൻ
വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ. ഈ കാലത്തൊക്കെ ഈ പലിശ ഉപയോഗിക്കാതെ എങ്ങനെ ജീവിക്കും? ഈ കാലത്തൊക്കെ ഇങ്ങനെ വേഷം ധരിക്കാതെ എങ്ങനെ സമൂഹത്തിലേക്ക് ഇറങ്ങും? ഈ കാലഘട്ടത്തിലൊക്കെ ഇങ്ങനൊക്കെ കല്യാണം നടത്തിയിട്ടില്ലെങ്കിൽ പിന്നെ എന്താ അതിന്റെ അർത്ഥമുള്ളത് എന്ന് വിചാരിക്കുന്നവർ എന്ന് പറയുന്നവർ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കിക്കൊള്ളുക. അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും വിധി വന്നു കഴിഞ്ഞാൽ ആ വിധിയെ പരിഗണിക്കാതെ മറ്റൊരു കാര്യം തെരഞ്ഞെടുക്കുമുള്ള അവകാശം നമുക്കില്ല എന്നുള്ളത് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബിന്റെ 36-ാമത്തെ വാചകം, സൂറത്തുൽ അഹ്സാബ് 36 പോയിട്ട് നമുക്ക് പരിശോധിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന മുഅ്മിന്റെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അള്ളാഹുവിനെ സൂക്ഷിക്കാൻ, അവന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിതത്തിൽ ക്രമീകരിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മളൊക്കെ അറിയുന്നത് പോലെ നമ്മുടെ ചില അശ്രദ്ധകളും ചില നിയമങ്ങളിലെ നമ്മുടെ മറികടക്കലുകളുമെല്ലാം വലിയ ദുരന്തങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ വയനാട് ഉണ്ടായ ദുരന്തവും ഒരു പരിധിവരെ പല കാരണങ്ങളും നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ചില അശ്രദ്ധകളും ചില മറികടക്കലുകളൊക്കെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പ്രയാസം അനുഭവിക്കുന്നവർക്ക്, അതിൽ മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു അവൻ്റെ റഹ്മത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ കുടുംബങ്ങൾക്കെല്ലാം ശാന്തിയും സമാധാനവും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതേപോലെ നമ്മുടെ സഹോദരൻ, നമ്മളൊക്കെ അറിയുന്ന സ്നേഹമിലിൻ്റെ പിതാവ് താഴെമുതിരക്കാലിൽ മൊയ്തീൻ സാഹിബ് ഒരു അപകടം സംഭവിച്ചിട്ട് അദ്ദേഹം ഹോസ്പിറ്റൽ വെന്റിലേറ്ററിലാണുള്ളത്. മൈത്രയിൽ ഒരു ന്യൂറോ ഓപ്പറേഷനൊക്കെ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത്. എല്ലാവരും ആത്മാർത്ഥമായി അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അള്ളാഹു അദ്ദേഹത്തിന് ശിഫ കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ വേഗത്തിൽ അദ്ദേഹത്തിന് മാറ്റങ്ങളുണ്ട്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലേക്ക് തിരിച്ചു വരാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ നമുക്കൊക്കെ അറിയുന്നത് പോലെ അരിഞ്ഞിക്കൽ കുനിയിൽ ഇമ്പിച്ചിപ്പാത്തു എന്നവർ മരണപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു അവരുടെ അവർക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ മയ്യത്ത് നമസ്കാരം ഇന്ന് 5:30 കണ്ണംകുളങ്ങര ജുമാ മസ്ജിദ് വെച്ചുകൊണ്ട് നടക്കുന്നുണ്ടെന്ന കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹുവെ, ഞങ്ങൾ മറിയാതെ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ പുറത്ത് മാപ്പാക്കി തരണം റഹ്മാനെ. അള്ളാഹുവെ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ വേറെയുമുണ്ട്. നമ്മുടെ പള്ളികളിൽ വന്നിരിക്കുന്നവരിലുമുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ. നാഥ, അവർക്കെല്ലാം നീ ശിഫ കൊടുത്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. അവസാന ശ്വാസം വരെ നിന്റെ പള്ളിയുമായി, നിന്റെ ഭവനവുമായി ആത്മബന്ധം പുലർത്തുന്ന അവസ്ഥയിൽ ഈ ലോകത്തിന് വിട പറയാനുള്ള തൗഫീഖ് ഞങ്ങൾക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ട് നിനക്ക് പൂർണ്ണമായും കീഴ്പ്പെട്ടൊരു മുസ്ലിമായി ജീവിച്ച് മരണപ്പെടാനുള്ള തൗഫീഖ് ഞങ്ങൾക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവെ, മുസ്ലിമായി അതിന് വലിയ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് മനുഷ്യർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. നാദാം, അവർക്കെല്ലാം നീ സമാധാനം കൊടുത്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب دعوة يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.